വധൂവരന്മാരെ, പ്രിയ വധൂവരന്മാരെ. രാഷ്ട്രീയ വൃത്തങ്ങളിൽ കനത്ത വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ട മുൻ SFI സംസ്ഥാന സെക്രട്ടറിയും CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവുമായ PM ആർഷോയും മുൻ SFI നേതാവ് K വിദ്യയും വിവാഹിതരാകുന്നു. വിവാഹമംഗളാശംസകളുടെ വിരിഞ്ഞ പൂക്കളിത. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി PM ആർഷു ഇന്ന് വിവാഹിതരായി. അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ കൃഷ്ണൻകുട്ടി? അദ്ദേഹത്തിന്റെ വധുവും അഖില കേരള പ്രസിദ്ധിയാണ്. SFIയുടെ മുൻ നേതാവ്, മഹാരാജ് കോളേജിലെ മുൻ വിദ്യാർത്ഥിനി, അതുപോലെ തന്നെ അട്ടപ്പാടി ഗവൺമെന്റ് കോളേജ് വ്യാജരേഖ ഉണ്ടാക്കി ജോലി സമ്പാദിക്കാൻ ശ്രമിച്ച് പിടിക്കപ്പെട്ട് ഏതാനും ദിവസം ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്ത ഒരു ധീര സഖാവാണ് K വിദ്യ എന്നാണ് അവരുടെ പേര്. ഇവരുടെ സ്വന്തം സ്ഥലം തൃക്കരിപ്പൂരാണ്. ഇവരെ ഞാൻ എവിടെയോ. മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി ജോലിക്ക് ശ്രമിച്ച മുൻ SFI നേതാവ് K വിദ്യക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തു. വിദ്യയുടെ വീട്ടിൽ കുറച്ച് കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, ജീവിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് ആ സഖാവ് ഒരു ചെറിയ വ്യാജരേഖ ഉണ്ടാക്കി. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. വലിയ ജോലിയൊന്നുമല്ല, പറഞ്ഞിട്ടൊന്നും UPSC വഞ്ചിച്ച് IAS-ലോ IPS-ലോ IFS-ലൊക്കെയാണ് പ്രവേശിച്ചു. അങ്ങനെയൊന്നുമല്ല, ഒരു ഗസ്റ്റ് ലെക്ചർ, ചെറിയ ശമ്പളമാണ്. അതിനെ പഠിപ്പിച്ചാലേ ഇത് കിട്ടുള്ളൂ, ഏത് ജോലി കൂലി കിട്ടുള്ളൂ. ഞാനൊരു പാവോ, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ, ഞാനിവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിന്നോട്ടെ. ദിവസം കൂലി പോലെയാണ് ഗസ്റ്റ് ലെക്ചർമാർക്ക്. അവർക്കൊക്കെ UGC സ്കെയിലൊന്നുമില്ല. ചെറിയ തുച്ഛ ശമ്പളത്തിന് വേണ്ടിയിട്ട് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ്, നല്ല സർട്ടിഫിക്കറ്റ് വ്യാജമായിട്ട് സൃഷ്ടിച്ച് അവിടെ ജോലിക്ക് ശ്രമിച്ചു. കഷ്ടകാലത്തിന് പിടിക്കപ്പെട്ടു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അപ്പോൾ ഇങ്ങനെയാണ് ആവശ്യം സൃഷ്ടിയുടെ മാതാവാണെന്ന് പറഞ്ഞ പോലെ ചില സമയത്ത് ഇതുപോലുള്ള അതിക്രമങ്ങളൊക്കെ മനുഷ്യൻ ചെയ്യേണ്ടി വരും. അത് വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ആർഷോയാണെങ്കിൽ എഴുതാത്ത പരീക്ഷ പാസ്സായി എന്ന് പറഞ്ഞ റിസൾട്ട് വന്നതാണ്. നോക്കച്ച എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. SFIക്കാർക്ക് ഇങ്ങനെ ചില സൗകര്യങ്ങളുണ്ടായിരുന്നു. സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയും സഖാവ് R ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന കാലത്ത്. അപ്പോൾ അതുകൊണ്ട് മഹാരാജ് കോളേജിൽ പോലും ഇങ്ങനെയുള്ള എഴുതാത്ത പരീക്ഷ പാസ്സാവുക, അല്ലെങ്കിൽ വ്യാജ പീരിയഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, അതും അല്ലെങ്കിൽ BCom തോറ്റവർ MCom പഠിക്കാൻ. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഏതായാലും ഈ മാറിയ കാലത്ത് കെട്ടകാലം എന്ന് പറയാൻ കൂടുതൽ ശരി. കാരണം എന്താ വെച്ചാൽ സഖാക്കൾക്ക് വേണ്ടി സഖാക്കൾ ഭരിച്ചിരുന്ന ആ ഒരു നല്ല കാലം കഴിഞ്ഞു പോയി. ഇപ്പോൾ വിരുദ്ധന്മാർക്ക് വേണ്ടി വിരുദ്ധന്മാർ നടത്തുന്ന VD സതീശൻ്റെ ഭരണമാണ്. അപ്പോൾ ഇങ്ങനൊരു സന്ദർഭത്തിൽ ഇനിയിപ്പോൾ ഭാഗ്യപരീക്ഷത്തിനൊന്നും മുതിരണ്ട എന്ന് കരുതി സഖാവ് ആർഷു സഖാവ് വിദ്യയെ വിവാഹം കഴിക്കുകയാണ്. വിദ്യയുടെ നാടായ തൃക്കരിപ്പൂർ വെച്ചാണ്. അവൾക്ക് നിന്നെ ഇഷ്ടായോ? ഇഷ്ടമാണ് എന്നാര് പറഞ്ഞു? ഞാനും പറഞ്ഞു, അവളും പറഞ്ഞു. അത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹം. ആർഷോ ക്രൈസ്തവരും, മതവിശ്വാസം ഇല്ലെങ്കിൽ പോലും ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച ആളാണ്. വിദ്യ ഹിന്ദു മതത്തിൽ ജനിച്ച വ്യക്തിയുമാണ്. രണ്ടുപേരും മാർസിസ്റ്റുകാരാണ്. കല്യാണത്തിന് ആർഭാടങ്ങളൊന്നും പാടില്ല. ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ്. ഞാനൊരു രക്തഹാരം അങ്ങോട്ടണിയിക്കും, കുട്ടി ഒരു രക്തഹാരം ഇങ്ങോട്ടണിയിക്കും. പക്ഷേ പാർട്ടി ഓഫീസിൽ വെച്ച് നടത്താറുണ്ട്. പാർട്ടി ഓഫീസിൽ വെച്ച് പല വിവാഹങ്ങളും നടത്താറുണ്ട്. ഇതും അങ്ങനെ നടത്തി ഒരു രക്തഹാരം അങ്ങോട്ടും ഒരു രക്തഹാരം ഇങ്ങോട്ടും ഇട്ട് വിവാഹം കഴിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള വിവാഹങ്ങൾക്ക് നിയമസാധുവില്ല എന്ന് ശ്രീ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ഹൈക്കോടതി ജഡ്ജിയായിരിക്കുന്ന സമയത്ത് പുള്ളി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് വിധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ഇത് പറഞ്ഞെന്താ വെച്ചാൽ നമ്മുടെ കുംഭമേളയ്ക്ക് മാല വിറ്റ് പ്രസിദ്ധയായി തീർന്ന പെൺകുട്ടി, അവൾ ഹിന്ദു മതത്തിൽ ജനിച്ചതാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് ധീരസഖാക്കൾ മുൻകൈയെടുത്ത് ഇവരുടെ വിവാഹം ഒരു മുസ്ലിം യുവാവുമായിട്ട് ക്ഷേത്രത്തിൽ വെച്ച് നടത്തി. ആ വിവാഹത്തിന് നിയമസാധുവില്ല. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. കാരണം ഒരു മുസ്ലിം യുവാവും ഹിന്ദു യുവതിയും അല്ലെങ്കിൽ ഹിന്ദു യുവാവും മുസ്ലിം യുവതിയും തമ്മിൽ ഹിന്ദു മതാചാര പ്രകാരം നടത്തുന്ന വിവാഹത്തിന് ഹിന്ദു വിവാഹ നിയമം അനുസരിച്ചും അതിന് സാധുവില്ല. ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് അവരുടെ മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ചും അതിന് നിയമപ്രാബല്യമില്ല. അതുകൊണ്ടായിരിക്കണം ആർഷോ സഖാവ് ഏതായാലും കല്യാണം കഴിക്കണമെന്ന് പിന്നെ നിയമസാധു ആയിക്കോട്ടെ എന്ന് കരുതി ഈര കഴിച്ചു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ട് ഉപ്പിലിട്ട് വെക്കേ.
നേരെ മറിച്ച് കുംഭമേള പെൺകുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ജാഗ്രത പുലർത്താൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദനോ അതല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയുടെ ചാർജ് വഹിച്ചിരുന്ന സഖാവ് ഡബിളെ റഹീമോ മുൻകൈ എടുത്തില്ല. മന്ത്രി അപ്പൂപ്പൻ്റെ കാര്യം പറയാൻ വേണ്ട. ഇവർക്ക് ആർക്കും ഇതിനെപ്പറ്റി ഒരു ഗ്രാഹ്യമില്ല, ഒരു ഗ്രഹിതവും ഇല്ല. അപ്പോൾ അവരവരുടെ കാര്യത്തിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് എടുത്തും വല്ലവരുടെ കാര്യത്തിൽ തോന്നിവാസം കാണിക്കും എന്നുള്ളതാണ് മാർക്സിസ്റ്റുകാർ പണ്ട് തൊട്ടേയുള്ളൊരു നടപടിക്രമം. ആർഷോയെയും വിജയും അഭിനന്ദിക്കുന്നു. അവരുടെ വിവാഹ ജീവിതം സന്തോഷകരമാകാൻ ഒരു സോഷ്യലിസ്റ്റ് സമൂഹം കെട്ടിപ്പടുക്കാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിപ്ലവാഭിവാദികൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ലാൽ സലാം.